ഹായ് ഓൾ, നമസ്കാരം. AZBയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹായ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. നമ്മുടെ IT ആൻഡ് സൈബർ ലോയെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണെന്ന് ചോദിച്ചാൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടുപിടിക്കുക. ഓഡ് വൺ ഔട്ട്. ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഓഡ് വൺ ഔട്ട്, ഒന്ന് ലാൻ, വാൻ, ക്യാൻ, മാൻ എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടും. ഏതാണ്? ക്യാൻ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ ടൈപ്സ് ഓഫ് നെറ്റ്വർക്കിലേക്ക് പറയുമ്പോൾ ഇത് ഏതാണ്? ക്യാൻ എന്ന് പറയുന്നത് തന്നെയാണ് ആൻസർ അല്ലേ. ഇത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. ഇത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. ഇത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ ക്യാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺട്രോളർ ഏരിയ നെറ്റ്വർക്കാണ്. കൺട്രോളർ ഏരിയ നെറ്റ്വർക്ക്, അതായത് ആക്ച്വലി ഇത് നമ്മളൊരു സെർവർ സിസ്റ്റത്തിൽ തന്നെ നിൽക്കുന്നപ്പോൾ ഹോസ്റ്റിന്റെ ആവശ്യകത ഇല്ലാതെ, അതായത് ഹോസ്റ്റിന്റെ ആവശ്യമില്ലാതെ തന്നെ ഏതൊരു ആപ്ലിക്കേഷനും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ചെയ്യപ്പെടുന്ന ഒരു കേസാണ് ഏത്? ഈ ക്യാൻ അഥവാ കൺട്രോളർ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ ടൈപ്സ് ഓഫ് നെറ്റ്വർക്കിനകത്ത് ഒരു കേസ് വരുമ്പോൾ അവിടെ മറ്റൊരെണ്ണം വരുന്ന ഏതാണ്? പാൻ എന്ന് പറയുന്ന ഒരു കേസ് വരും അല്ലേ. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്നുള്ള കാര്യം, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് കൂടെ വരാറുണ്ട്. അപ്പം ഈ കൂട്ടത്തിൽ ചേരാത്ത വ്യക്തി എന്ന് പറഞ്ഞാൽ കൺട്രോളർ ഏരിയ നെറ്റ്വർക്കാണ്. മറ്റേത് ലാൻ, വാൻ, മാൻ എന്ന് പറയുന്നത് കോമൺലി എല്ലാവരും യൂസ് ചെയ്യപ്പെടുന്ന നെറ്റ്വർക്കിൽ ഒന്ന് തന്നെയാണ്. ഓക്കെ അല്ലേ. അപ്പൊ ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏത്? മെറ്റ എന്ന് പറയുന്ന കമ്പനി അല്ലെ. ഇൻസ്റ്റാഗ്രാം പറയുന്നുണ്ട്, ടെലഗ്രാം പറയുന്നുണ്ട്, ഫേസ്ബുക്ക് വരുന്നുണ്ട്, വാട്സപ്പ് വരുന്നുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഫോണിൽ ചില ആപ്ലിക്കേഷൻസ്, ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ താഴെ മെറ്റ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെ. മെറ്റ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്കാണെങ്കിൽ പെട്ടെന്ന് ഇതിന്റെ ആൻസർ കിട്ടാൻ സാധ്യതയുണ്ട്. ഏതാണ് ഇതിന്റെ ആൻസർ വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്ന് കമന്റ് ചെയ്തേ നോക്കട്ടെ. വളരെ എളുപ്പം കിട്ടുന്ന ഒരു കേസ് തന്നെയാണിത്. ഏതാണ്? ടെലഗ്രാം അല്ലേ. ടെലഗ്രാം. മെറ്റ എന്ന് പറയുന്ന ആ ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പില്, മെറ്റ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പില് വരാത്ത ഒരു മേഖലയാണ്, അല്ലെങ്കിൽ വരാത്ത ഒരു സെറ്റാണ് ഏതെന്ന് പറയുന്നത്? ടെലഗ്രാം എന്ന് പറയുന്നത്. അപ്പം ഈ മെറ്റ എന്ന് പറയുന്നതിനകത്ത് വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഫേസ്ബുക്ക് മെറ്റയ്ക്കകത്ത് വരുന്നതാണ്. പിന്നെ ഇൻസ്റ്റാഗ്രാം മെറ്റയ്ക്കകത്ത് വരുന്നതാണ്. പിന്നെ ഏതും വരുന്നതാണ്? വാട്സാപ്പും വരുന്നതാണ്. ഇത് കൂടാതെ ഇപ്പോൾ പുതിയതായിട്ട് വന്നൊരു കേസ് ഉണ്ടല്ലോ, ഏതാ? ട്രേഡ്സ് എന്ന് പറയുന്ന സംഭവങ്ങളും ഏതാ? മെറ്റയ്ക്കകത്ത് വരുന്നതാണ് കേട്ടോ. ടെലഗ്രാം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു എൻഡ് ടു എൻക്രിപ്ഷൻ തന്നെയാണ് ഏത്? ടെലഗ്രാം എന്ന് പറയുന്നത്. അത് നമുക്ക് ചാറ്റ് മാത്രമല്ല, ഗ്രൂപ്പ് ചാറ്റ് പോലുള്ള കാര്യങ്ങളും ഒക്കെ ഏത് പ്രൊവൈഡ് ചെയ്ത് തരാറുണ്ട്? ടെലഗ്രാം പ്രൊവൈഡ് ചെയ്ത് തരാറുണ്ട് അല്ലെ. ഇനി അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ടെലഗ്രാം ഒക്കെ കൊണ്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആ ഒരു കേസ് മാത്രമല്ലാതെ തന്നെ ഈ ടെലഗ്രാം എന്ന് പറയുന്ന മറ്റൊരു കേസ് നമുക്ക് ഈ ഫയൽ ഷെയറിങ്ങും കാര്യങ്ങളും ഒക്കെ ഇത് വരാറുണ്ട് അല്ലേ. ഫയൽ ഷെയറിങ്ങിനൊക്കെ ഒരുപാട് സപ്പോർട്ടബിൾ ആയിട്ടുള്ള കേസാണ് ഏത്? ടെലഗ്രാം. ഫയൽ ഷെയറിങ്, അത് ഒരു അത്യാവശ്യം വലിയ ഫയലുകളൊക്കെ, വലിയ സൈസുള്ള ഫയലുകളൊക്കെ ആണെങ്കിലും ടെലഗ്രാം വഴി എന്ത് ചെയ്യാറുണ്ട്? ഷെയർ ചെയ്യപ്പെടാറുണ്ട് കേട്ടോ. അപ്പൊ അത് ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഇനി ഡീപ്പ് ഫേക്ക് എന്നാൽ എന്താണ്? ഇത് ഒന്ന് കമന്റ് ചെയ്തേ. സൈബർ സെക്യൂരിറ്റിക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. പിന്നെ വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ്. ഒരു കമ്പ്യൂട്ടർ വൈറസ് ആണ്. ഇനി അടുത്ത നെറ്റ്വർക്ക് സംരക്ഷണത്തിനുള്ള ഉപകരണമാണ്. ഏതാണ്? ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ഒന്ന് ആലോചിച്ച് നോക്കി. ഏത് വരും? ഓപ്ഷൻ ബി ആണ് അല്ലേ. ഏതാ? വ്യാജ ചിത്രങ്ങള്, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI
ഉപയോഗിക്കുന്നതാണ്. ഏതാണ് AI ഉപയോഗിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ഡെപ്തിൽ ക്ലാസ് പോയിരുന്നു കേട്ടോ. അപ്പോൾ അതായത് വേറെ ഒന്നുമല്ല, നമ്മളുടെ IT ആൻഡ് സൈബർ ലോയുടെ ക്ലാസ്സിൽ നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ തന്നെ അതിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ഇപ്പോഴത്തെ ChatGPT പോലുള്ള കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തി നമ്മൾ ക്ലാസ് എടുക്കുക. ഇപ്പം ലേറ്റസ്റ്റ് ലെവൽ എന്തൊക്കെയാണോ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇതിനെക്കുറിച്ചെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്തൊക്കെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സെപ്പറേറ്റ് നമ്മൾ ഈ 5th ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിനെ തന്നെ കുറച്ചുകൂടി നമ്മൾ അതിൻ്റെ എന്തൊക്കെയാണോ ചോദിക്കാൻ സാധ്യതയുള്ളത് ഇതെല്ലാ മേഖലകളും കയറി ഇറങ്ങി തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഡീപ് ഫേക്ക് എന്ന് പറയുമ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, അതൊരു AI ബന്ധപ്പെട്ടതാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ്. ഓക്കെ ആണല്ലോ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം എടുത്തു പറയാനുള്ള കാര്യം, നമുക്കറിയാം 2027 എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ LDCയുടെ എക്സാം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരാനായിട്ടുള്ള സാധ്യതകൾ നമ്മൾ, അപ്പോൾ അത് ഇപ്പോഴേ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഇപ്പോഴേ നമ്മൾ എല്ലാവരും ചെയ്യുന്ന എന്താണ്, എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തുടങ്ങാമെന്നാണ്. അപ്പോൾ പേടിക്കണ്ട, നമുക്ക് ഇപ്പോഴേ AZB ഇപ്പം തന്നെ ഇതിൻ്റെ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ കോഴ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഇൻഡിവിജ്വൽ കെയർ ആണ്. ഓരോരുത്തർക്കും എന്താണ്, പ്രത്യേക അറ്റൻഷനാണ്. ഓരോരുത്തർക്കും നിങ്ങൾ എപ്പോഴാണോ ജോയിൻ ചെയ്യുന്നത് അന്ന് മുതൽ നിങ്ങൾക്ക് 1 by 1 ആയിട്ടുള്ള ചാപ്റ്ററുകൾ കിട്ടും. ഓക്കെ, ഇൻഡിവിജ്വൽ കെയറും നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിവിടെ ലൈവ് ക്ലാസ്സുകളുണ്ട്, പിന്നെ കറണ്ട് അഫെയർസിൻ്റെ ഒക്കെ സ്പെഷ്യൽ സെക്ഷൻസ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇൻഡിവിജ്വൽ അറ്റൻഷൻ എല്ലാവർക്കും കിട്ടും, പിന്നെ കമ്പൈൻഡ് സ്റ്റഡി കാര്യങ്ങൾക്കൊക്കെ അവസരമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു ചിന്തയുണ്ടാകാം, ഇതിൻ്റെ കോഴ്സ് ഫീ എന്താണ്. കോഴ്സ് ഫീ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് എന്നാണോ നിങ്ങളുടെ എക്സാമിനേഷൻ നടക്കുന്നത് ആ ഒരു സമയം വരെയും, നിങ്ങളുടെ ആ ഒരു എക്സാമിനേഷൻ വരെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ വലിയൊരു ഫീ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, വലിയ രീതിയിലുള്ള ഫീ ഒന്നുമല്ല. പകുതി ഫീസ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നൽകിയാൽ മതി. ബാക്കി പകുതി എന്താണ്, ജോലി കിട്ടിയിട്ട് മതി. ബാക്കി പകുതി എപ്പോഴാണ്, ജോലി. അതാണ് നമ്മുടെ ഇവിടുത്തെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, എക്സാമിൻ്റെ ഫുൾ ഫീ അല്ല, ബാക്കി പകുതി ഫീയേ ഇപ്പം നിങ്ങൾക്കുള്ളൂ, ബാക്കി ജോലി കിട്ടിയിട്ട് മതി. അപ്പം എന്താ അല്ലേ. അപ്പം ഇവിടെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ്, അധ്യാപകരാണ് നിങ്ങളുമായിട്ട് സംബന്ധിക്കുന്നത്. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്കൊപ്പം ചേരാം. പിന്നെ അത് മാത്രമല്ല, ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൾ ചെയ്യാം, വാട്സപ്പ് ചെയ്യാം. പിന്നെ താഴെ പറഞ്ഞിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ നിങ്ങളെ ഇവിടുന്ന് കോൺടാക്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫീസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ ആ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം എന്തായാലും പഠിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ എപ്പോഴും നിങ്ങൾക്കൊപ്പോഴും ഉണ്ട് കേട്ടോ. AZB അക്കാഡമി നിങ്ങൾക്കൊരു ജോലി കിട്ടുന്ന വരെ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ ഇവ പ്രദർശിപ്പിച്ചാൽ വിവര സാങ്കേതിക നിയമപ്രകാരം നിഷ്കർഷിക്കുന്ന ശിക്ഷ ഏത്? ശിക്ഷയാണ്. വകുപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതാണ്, 67B ആണല്ലേ, ചൈൽഡ് പോർണോഗ്രാഫി. ഇതിന്റെ ശിക്ഷ ഏതാണ്? 2 വർഷം 2 ലക്ഷം, 3 വർഷം 2 ലക്ഷം, 3 വർഷം 5 ലക്ഷം, 5 വർഷം 10 ലക്ഷം. ഏതാണ് ആൻസർ? 5 വർഷം 10 ലക്ഷം. ഇതിന്റെ സെക്ഷൻ ഏതാണ്? 67B പ്രകാരമാണ്. സെക്ഷൻ 67B ചൈൽഡ് പോർണോഗ്രാഫി പ്രകാരമാണ്. ഏതാ? 5 വർഷവും 10 ലക്ഷം രൂപ, 5 വർഷമോ 10 ലക്ഷം രൂപയോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചാണ്. ഇനി ഇതിനകത്ത് വേറൊരു കേസുകളുണ്ട് കേട്ടോ. ഇത് തന്നെ പിന്നെ ആവർത്തിക്കുവാണെന്ന് വിചാരിച്ചേ, ഈ സെയിം കുറ്റകൃത്യം തന്നെ പിന്നെ ആവർത്തിക്കുവാണെങ്കിൽ പിന്നെ അത് എത്ര ആയിരിക്കും? 7 വർഷവും 10 ലക്ഷവുമായിരിക്കും. ഓക്കെ, 7 വർഷവും 10 ലക്ഷവുമായിരിക്കും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അത് 67B പ്രകാരമുള്ള കേസാണ് പറയുന്നത് കേട്ടോ. 67B പ്രകാരമുള്ളതാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ രേഖകൾ മനഃപൂർവ്വം നീക്കം ചെയ്യുകയോ
മറയ്ക്കുകയോ നശിപ്പിക്കുകയോ തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്ന കുറ്റം. ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ രേഖകൾ മനഃപൂർവം നീക്കം ചെയ്യുകയോ മറയ്ക്കുകയോ നശിപ്പിക്കുകയോ തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്ന കുറ്റം ഏതാണ്? സൈബർ ടാമ്പറിംഗ്, സൈബർ ഫിഷിംഗ്, ഹാക്കിംഗ്, ടൈറ്റിസം. ഏത് പരിപാടി? ഇതിൻ്റെ ഒരു ക്ലൂ ഞാൻ പറയാം. സെക്ഷൻ 65 സെക്ഷൻ 65 ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഏതാണ്? ടാമ്പറിംഗ്, സൈബർ ടാമ്പറിംഗ് അല്ലേ? ഒരാളുടെ അനുവാദം കൂടാതെ അയാൾ ശരിയായ രേഖകൾ മാറ്റി. ഓക്കെ, ശരിയായ രേഖകൾ മാറ്റി എന്താണ് തെറ്റായ രേഖകൾ കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ എന്താണ് ടാമ്പറിംഗ് എന്നാണ് പറയുന്നത് കേട്ടോ. സൈബർ ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് ആക്ച്വലി എന്താണ്? ഇപ്പൊ സൈബർ ഫിഷിംഗ് നടക്കുന്നത് ഒരാളുടെ ഡീറ്റെയിൽസ് സ്റ്റീലിംഗ് പാസ്വേഡ് കാര്യങ്ങളൊക്കെയാണ് ഏത് സൈബർ ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. ആക്ച്വലി ചൂണ്ടയിടുന്ന പരിപാടിയാടേ. അവരിങ്ങോട്ട് വിളിക്കോ വിഷിംഗ്, ഫോണിലൂടെ വിളിച്ച് നമ്മളെ ട്രാപ്പിലാക്കുവാണെങ്കിൽ ഫിഷിങ്ങിന് തന്നെ വിഷിംഗ് എന്ന് പറയും, വോയിസ് ഫിഷിംഗ് എന്ന് പറയും. SMS അയച്ച് നമുക്ക് മെസ്സേജ് അയച്ചിട്ടാണെങ്കിൽ സ്മിഷിംഗ് എന്ന് പറയും കേട്ടോ. അപ്പൊ ആ ഒരു 2 കാര്യം എന്ത് ചെയ്യുക, ഈ ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പം എന്തായാലും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സൈബർ ടാമ്പറിംഗ് ആണ്. ഏതാണ്? സൈബർ ടാമ്പറിംഗ് ആണ്. ദെൻ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, HTML-ൽ ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ഏതാണ്? HTML-ൽ ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ഏതാണ്? HTML വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും വിട്ടുകളയുന്ന ഒരു മേഖലയാണ് ഏത്? HTML. വളരെ സിമ്പിൾ ആയിട്ടുള്ള കേസാണ് ഇത്. പിക്ചർ ആണോ, ഇമേജ് ആണോ, പിക്ക് ആണോ, IMG ആണോ? ഏതാണ്? IMG ആണല്ലേ. ഏതാണ്? ടു ഇൻസേർട്ട് എ പിക്ചർ ഇൻ HTML. ഏതാണ്? IMG ആണ് അല്ലേ. അപ്പോൾ ഇനി വേറൊരു കേസ് പറയാം. ഇതിന്റെ ആൻസർ IMG ആണ്. ഇത് ഏത് ടൈപ്പിലുള്ള ടാഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏതാണ്? MT ടാഗ് ആണ്. ഇതിനെ എന്താണ്? MT ടാഗ് എന്ന് വിളിക്കും. അതായത് ക്ലോസിംഗ് ടാഗ് ഇല്ലാത്ത ഏതൊരു HTML ടാഗിനെയും നമുക്ക് എന്ത് വിളിക്കാം? MT ടാഗ് എന്ന് വിളിക്കാം. ക്ലോസിംഗ് ടാഗ് ഉള്ളതിനെ കണ്ടെയ്നർ ടാഗ് എന്ന് വിളിക്കും കേട്ടോ. കണ്ടെയ്നർ ടാഗ് എന്നും വിളിക്കും. ഏതാണ്? ക്ലോസിംഗ് ടാഗ് ഉള്ളതിനെ കണ്ടെയ്നർ ടാഗ് എന്ന് വിളിക്കും. അതും എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ദെൻ അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒരു LAN ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഒരു LAN ഇന്റർനെറ്റുമായിട്ട് ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമേത്? ഏത് വരും ആൻസർ? റൗട്ടർ വരും അല്ലേ, അല്ലെങ്കിൽ റൂട്ടർ വരും. റൗട്ടർ അല്ലെങ്കിൽ റൂട്ടർ. ഓക്കെ, ഇതിനകത്ത് ഹബ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റൊരു കേസ് എന്താണ്? ഒരു സ്റ്റാർ ടോപ്പോളജിയിൽ വരുന്നതാണ് അല്ലേ. ഏത്? സ്റ്റാർ ടോപ്പോളജിയിൽ വരുന്ന ഒരു സെൻട്രൽ ഡിവൈസ് ആണ് ഏതെന്ന് പറയുന്നത്? ഹബ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ റിപ്പീറ്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ട്സ് ലൈക്ക് ആൻ ആംപ്ലിഫയർ. ഒരു നമ്മുടെ നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെ സിഗ്നൽസ് ആണ് ട്രാൻസ്ഫർ ആയി പോകുന്നത് അല്ലേ. അപ്പോൾ കുറേ നേരം ഇത് സഞ്ചരിച്ച് കഴിയുമ്പോൾ ഓൾറെഡി ഇതെന്താവും? വീക്കാവും. ആ ഒരു സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഏതെന്ന് പറയുന്നത്? റിപ്പീറ്റർ എന്ന് പറയുന്നത്. സ്വിച്ച് എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. സ്വിച്ച് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു ക്ലാസ്സിൽ വളരെ ലളിതമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പിന്നെ നിങ്ങളുടെ എക്സാമിനേഷൻ നിങ്ങൾക്ക് ഓൾ ദ ബെസ്റ്റ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വളരെ നല്ല വീഡിയോസുകളും നല്ല ക്ലാസ്സുകളുമാണ് നമ്മുടെ AZB അക്കാഡമി നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബൈ ബൈ. ഓക്കെ.